ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും ഇൻസ്റ്റഗ്രാം നോക്കുമ്പോഴും ഫേസ്ബുക്ക് നോക്കുമ്പോഴും അവ നമുക്ക് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് റെക്കമെൻഡേഷൻ നടത്തുന്ന പോലെ. ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മെഷീൻ ലേണിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാട് ഡാറ്റയുടെ ചുറ്റുമാണ് കഴിയുന്നത്. അതായത് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോവുകയാണെങ്കിലും അതുപോലെ ഓൺലൈൻ പർച്ചേസ് നടത്തുകയാണെങ്കിലും ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരുപാട് ഡാറ്റ ജനറേറ്റ് ആവുന്നുണ്ട്. മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ഈ ഡാറ്റയെ പഠിച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൽഗോരിതംസ് ഉപയോഗിച്ച് ഡാറ്റയെ പഠിച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ അനലൈസ് ചെയ്തും പാറ്റേൺ മനസ്സിലാക്കിയുമാണ് മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ഡാറ്റയെ പഠിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഡാറ്റയെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്യൂച്ചറിലേക്ക് പ്രെഡിക്ഷൻ നടത്തുവാനേ സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇമേജിൽ ഒരു ക്യാറ്റിൻ്റെ ചിത്രമുണ്ടെന്ന് വിചാരിക്കുക. സോ ആ ചിത്രത്തിനെ നമ്മൾ ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുകയാണ്, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു പിക്ചർ ഒരു പൂച്ചയുടെ ആണ് എന്നുള്ളത്. ദെൻ ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിൽ ക്യാറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് അതിന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിനെ നമുക്ക് മെയിനായി മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൽഗോരിതംസ്, രണ്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൽഗോരിതംസ് ആൻഡ് മൂന്ന് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൽഗോരിതംസ്. ഇതിൽ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൽഗോരിതംസ് എന്ന് നോക്കാം. ഇതിൽ നമ്മൾ ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നൽകുന്നുണ്ടാവുക. ഓക്കെ, അത് ലേബിൾഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ ലേബിൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൽഗോരിതത്തിനെ തന്നെ നമുക്ക് ഫർദർ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റിഗ്രഷനും മറ്റൊന്ന് ക്ലാസിഫിക്കേഷനും. ഇതിൽ റിഗ്രഷൻ എന്ന ആൽഗോരിതത്തിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ തന്നെ നമുക്ക് ആ കുട്ടി പഠിച്ച അവേഴ്സും ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ആ കുട്ടി പഠിച്ച അവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനെ റിഗ്രഷൻ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഈ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ ഒരു പുതിയ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റഡി ഓഫ് അവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള ടെസ്റ്റ് സ്കോർ നമുക്ക് ലഭിക്കും. സോ ഇതാണ് റിഗ്രഷൻ എന്ന ആൽഗോരിതം. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന ആൽഗോരിതത്തിനെ പരിചയപ്പെടാം. ഇതിൽ ഓരോ ക്ലാസ്സുകളായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അതായത് ഒരു ഇമേജിൽ ക്യാറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ. ഇനി നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒന്ന് നോക്കിയാലോ. ഇതിനെയും ഫർദർ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ നമ്മൾ അൺലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതിൽ നമുക്ക് കൃത്യമായൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അതിൽ നമുക്ക് പാറ്റേൺസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവുക. സോ ഇതിന് നമുക്ക് ഫർദർ രണ്ടായി തിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒരു അൽഗോരിതം വരുന്നത് ക്ലസ്റ്ററിംഗ് ആണ്. ക്ലസ്റ്ററിംഗിൽ നമ്മൾ രണ്ട് ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പഠിക്കുന്നത്. അതായത് അതിൽ നിന്നും ആ ഡാറ്റ പോയിന്റ്സിൻ്റെ പാറ്റേൺസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തിരിക്കുന്നു. എന്നാൽ അസോസിയേഷൻ വരുന്ന സമയത്ത് അത് ഡാറ്റ മൈനിങ് എന്ന വേറൊരു സെക്ഷനിലേക്ക് തിരികെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. ഇതൊരു ഫീഡ്ബാക്ക് ബേസ്ഡ് ലേണിംഗ് ആണ്. ഇതിലും നമുക്ക് രണ്ട് ടൈപ്പ് മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് വരുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. ഇതിൽ നമുക്ക് ഇപ്പം ഒരു ഡോഗിനെ അല്ലെങ്കിൽ ഒരു പെറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ഇതിൽ നമ്മൾ ആ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് നല്ലതാണോ അത് പൊട്ടയാണോ എന്നതിന് അനുസരിച്ചിട്ടാണ് അത് ഓരോന്ന് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ നല്ല ഫീഡ്ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇതാണ് ഫീഡ്ബാക്ക് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. റിയൽ വേൾഡിൽ നമുക്ക് മെഷീൻ ലേണിങ്ങിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇമേജ് റെക്കഗ്നേഷൻ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതുപോലെ ഒരു മനുഷ്യൻ്റെ ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ മോഡലിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതായത് മെയിൽ വരുന്നത് സ്പാം ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ സിസ്റ്റം ഒരു ഉദാഹരണമായി പറയാം. ഫേസ്ബുക്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് വരുന്നതാണ്. ഇതുപോലുള്ള റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള പവർഫുൾ ടൂളാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ഡാറ്റയുടെ കാലഘട്ടത്തിലൂടെയാണ്. അതായത് മില്യൺസ് ഓഫ് ഡാറ്റ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീൻ ലേണിംഗ് എന്ന ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനും പ്രാധാന്യം വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് എന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്യൂച്ചറിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നതായിരിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ found helpful, and if you have any doubts regarding this matter, please leave a comment below and like, comment and subscribe. Thanks for watching.